ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നിഴൽ വീടുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എംപുരാൻ, അതായത് L2വിൻ്റെ ട്രെയിലർ റിയാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Now you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world around. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, BGM. save your land. Save God's own country. But answer this one question. Who are you really? Lucifer. അപ്പം ട്രെയിലർ കണ്ടു, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അന്യ സാധനം. തുടക്കം മുതലേ പതുക്കെ സ്ലോയിൽ വന്നിട്ട് ഒരു തീ ഐറ്റം അങ്ങോട്ട് കൊടുക്കുന്നത് ഏതാ അന്യ സാധനമാണ്. നമ്മുടെ ടീസർ വന്ന പോലെ തന്നെ പതുക്കെ വന്നിട്ട് അടിപൊളി. അവസാനം വരുമ്പോൾ ഫുള്ളും കത്തിക്കല. അപ്പം നമ്മുടെ ഈ മാർച്ച് 27-നാണ് പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗാണ്, ഞാനും വെയിറ്റിംഗാണ്. അപ്പം നാളെ 21-ാം തീയതി 9 മണി മുതൽ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അന്യായം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പക്ക മേക്കിങ്, കറക്റ്റ് ഹോളിവുഡ് ലെവലിൽ നിൽക്കുന്നൊരു സാധനം തന്നെയാണ്. ഓരോ ഫ്രെയിമും അതിനകത്ത് പറഞ്ഞേക്കുന്ന അവർ പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്നത്
അതിലെ ബ്ലാസ്റ്റിംഗ് ഒക്കെ ഒറിജിനൽ സാധനമാണ്. നമുക്ക് വി എഫ് എക്സ് പോലും ചെയ്യാതെ ചെയ്ത ഐറ്റങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് കറക്റ്റ് അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ ബി ജി എം ഒരു രക്ഷയില്ല, അന്യ സാധനമാണ്. പൃഥ്വിരാജും മോഹൻലാലും കട്ടയ്ക്കാണ് ട്രെയിലറിനകത്ത് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. ഇത് പൊളിക്കാൻ തിയേറ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാം. എന്നിട്ട് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ നമുക്ക് പറയാം. ഓക്കെ, അപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പം 700ഓളം തിയേറ്ററിലുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ റിലീസിങ്. ഓരോ തിയേറ്ററിൽ 6 ഷോ വെച്ചാണ് കളിക്കുന്നത്. അത് ആ തിയേറ്ററിൽ ഫുള്ളും 6 ഷോയും ഫുള്ളും എമ്പുരാനായിരിക്കും. അപ്പം എമ്പുരാനായിരിക്കും ഫുള്ളും കളിക്കുന്നത്. 710 തിയേറ്ററോളം. ഇപ്പോൾ തന്നെ പ്രീ ബിസിനസ് തന്നെ നമുക്ക്, അതായത് ഇന്ത്യക്ക് പുറത്ത് 14 കോടിയോളം പ്രീ ബിസിനസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ ഇന്ത്യയിലെ ബുക്കിംഗ് ആരംഭിക്കുകയാണ്. അപ്പം നല്ലൊരു രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം തീ കൊളുത്തുന്നത് നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് എമ്പുരാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സൽമാൻ ഖാൻ്റെ സിക്കന്ദറിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള പടമായിട്ട് ഇപ്പം എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ഏകദേശം വൈകിട്ടത്തോടെ ഏകദേശം ഒരു 300K ഒക്കെ ഇൻട്രസ്റ്റ് ആകും. അപ്പോൾ അതുപോലെ ബുക്കിങ്ങും ബുക്ക് മൈ ഷോയിൽ കാണാൻ ചാൻസാണ്. അപ്പോൾ അത്രയധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ആ പടം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ബുക്ക് മൈ ഷോ ഒക്കെ അടിച്ച് തൂഫാനാക്കും. ആ ലെവലിലുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് തിയേറ്ററിൽ കാണാം. ഓക്കെ.